തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അവസാനഘട്ട ചർച്ചകൾക്കായി നേതാക്കൾ ഇന്ന് വീണ്ടും ഡൽഹിയിലെത്തും. കെ സുധാകരൻ നാളെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള അവസാന ശ്രമത്തിലാണ് കോൺഗ്രസ്. പാലക്കാട്, കൊടുവള്ളി, കൊണ്ടോട്ടി, കോട്ടയ്ക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് CPIM. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും, അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ അവലോകനങ്ങളുമായി. ആദ്യം ബൽറാമിലേക്ക് പോകാം. ബൽറാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ, അത് പ്രഖ്യാപിക്കാൻ CPIM-നായിട്ടുണ്ട്. ഇന്നലെ അതിന്റെ ആത്മവിശ്വാസം അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം കാണുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ശ്രമം, ഘടകകക്ഷികളുമായുള്ള ചർച്ച, ഏറ്റവും ഒടുവിൽ എന്തായാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും വരേണ്ട സാഹചര്യമുണ്ട്. സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ തുടരുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അസിത പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ CPIM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ 24 മണിക്കൂറിനകം തന്നെ തങ്ങളുടെ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ പട്ടിക അന്തിമമാക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ്. ഇന്ന് സുപ്രധാനമായ ചർച്ചകളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. ഇന്നും നാളെയും ഈ ചർച്ചകൾ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിലെ 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. കൂടാതെ മറ്റ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അത് 24ഓളം സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന പട്ടികയ്ക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് തുടർ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നത്. ആ ചർച്ചകളുടെ തുടർച്ചയായിരിക്കും നടക്കുക. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്നത് MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലാണ്. മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം നേതൃത്വം എടുത്തെങ്കിലും കെ സുധാകരൻ നടത്തിയ അപ്രതീക്ഷിതമായ നീക്കം അത് കോൺഗ്രസ് നേതൃത്വത്തെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുമ്പോഴും തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഡൽഹിക്ക് ഉള്ളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും നാളെ കെ സുധാകരൻ ഡൽഹിയിലേക്ക് എത്തും. ഇന്ന് അദ്ദേഹം എത്തുന്നില്ല. ഇന്നത്തെ ചർച്ചകൾ അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവരായാണ് ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ചകൾ നടത്തുക. ഒരു അന്തിമ പട്ടിക അല്ലെങ്കിൽ രണ്ടാം ഘട്ട പട്ടിക പൂർണ്ണമാകണമെങ്കിൽ അത് കെ സുധാകരന്റെ ഡൽഹി സന്ദർശനത്തിന് ശേഷം മാത്രമേ നടപ്പിലാകുകയുള്ളൂ. അല്ലെങ്കിൽ അത്തിടത്തോളം അദ്ദേഹത്തിന് ഒരു ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനയാണ്. 32 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുക. തുടർന്ന് അടുത്ത ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി, അല്ലെങ്കിൽ നേതാക്കൾ അനുനയിപ്പിക്കേണ്ട നേതാക്കളെ അനുനയിപ്പിച്ച് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനും ആ മുറയ്ക്ക് ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുമുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർണായക യോഗമാണ് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. ശരി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതായിരുന്നു മുൻപ് കോൺഗ്രസിന്റെ പ്രതികരണം. എന്തായാലും അത് ഇന്നെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിലാണ്. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെങ്കിലും ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിപിൻ സി വിജയനിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നുമാണ് ചേരുന്നത് വിപിൻ സി വിജയൻ. വിപിൻ, ഇന്നലെ വലിയ ആവേശത്തിലായിരുന്നു LDF ക്യാമ്പുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ആരംഭിച്ചിരുന്നു സജീവമായി തന്നെ. മറ്റ് മുന്നണികളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്? കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് അറിയുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി വൈകിയും ചില കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അശ്വിത, ഇന്നലെ രാത്രി വളരെ വൈകിയും കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച സീറ്റ് വിഭജന ചർച്ചകൾ തന്നെയാണ് അവസാന വട്ടവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരള കോൺഗ്രസിൽ PJ ജോസഫുമായിട്ട് ഒരു അനുനയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഈ മീറ്റിംഗിന് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റുമാനൂരും ഇടുക്കി സീറ്റുകൾ തമ്മിലുള്ള അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് മുതിരുന്നു. അതിൽ ഒരു തരത്തിലുള്ളൊരു സമവായത്തിനും ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്
നമുക്ക് ഈ പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമുള്ളത്. ഇടുക്കി സീറ്റ് ഒരു ധാരണയുടെ പുറത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ പോലും ഏറ്റുമാനൂരിലാണ് തർക്കം നിലനിൽക്കുന്നത്. 10 സീറ്റുകൾ വേണം എന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിന്റെ ഒരു അനുനയ ശ്രമങ്ങൾ ഈ അവസാന വട്ടവും നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആലുവ പാലസിൽ വെച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി ജെ ജോസഫും കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ എല്ലാ സീറ്റ് വിഭജനവും പൂർത്തിയായിരിക്കുന്നു, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് വി ഡി സതീശൻ പറയുമ്പോൾ ധാരണയിൽ എത്തിയിട്ടില്ല, ഇനിയും ചർച്ചകൾ വേണ്ടിവരും എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ നേതാക്കളും പറയുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചയുള്ളത്. മധ്യകേരളത്തെ സംബന്ധിച്ച് UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ 9 സീറ്റുകൾ, 14ൽ 9 സീറ്റുകളും ഇപ്പോൾ UDFന്റെ കയ്യിലാണ്. അത് എണ്ണം കൂട്ടുക എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ കൂടുതലായിട്ടുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDF ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും റോഡ് ഷോ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ജനതാദളിൽ നിന്ന് അങ്കമാലി സീറ്റ് CPM ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ സാജു പോൾ ഇന്ന് റോഡ് ഷോ നടത്തുന്നു. ഒപ്പം തന്നെ തൃപ്പൂണിത്തറയിലേക്ക് വന്നിട്ടുള്ള KN ഉണ്ണികൃഷ്ണൻ MLA, അദ്ദേഹം വൈപ്പിൻ MLA ആയിരുന്നു, അദ്ദേഹം ഇപ്രാവശ്യം തൃപ്പൂണിത്തറയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അദ്ദേഹവും ഇന്ന് രാവിലെ പ്രചാരണവുമായി രംഗത്തേക്കെത്തുന്നു. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് സിറ്റിംഗ് MLA-മാരായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നത്. റോജി M. ജോൺ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ചുമരെഴുത്തടക്കം മറ്റ് പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി ഏറ്റവും കൂടുതൽ ഇവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ തൃശ്ശൂരും കോട്ടയത്തും ഇടുക്കിയിലും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താത്തതാണ് UDFനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിലെ ഒരു ആദ്യ ലാപ്പിലേക്ക് മുന്നിൽ കയറാമെന്നുള്ള പ്രതീക്ഷ LDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. 2020 ഒപ്പം കൂടിയതാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഒരു പുതിയവയും അവർ പ്രതീക്ഷിക്കുന്ന വോട്ട് ശതമാനം വർദ്ധിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാനുമുള്ള പ്രധാന കാരണം. ശരി, വിപിൻ സി വിജയൻ. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അജ്മൽ, 24ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്കാണ്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ തർക്കത്തിലേക്ക് കടക്കാനുള്ള സമയം പോലും ഇല്ല. ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ അത് പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. അല്പം മുമ്പ് വിപിൻ പറഞ്ഞതുപോലെ ആദ്യ ലാപ്പിലെ മേൽക്കൈ LDF ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പ്രചാരണം മറ്റ് ക്യാമ്പുകളിലേക്കും എത്തേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകൾ എങ്ങനെ, ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അസിത, കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 24ാമത്തെ ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ മുന്നണികൾ ആരും ഈ ഒരു കാലതാമസം, വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ തൊട്ടു പിന്നാലെ തന്നെ CPM-ഉം CPI-യും വളരെ വേഗം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപത്തിലേക്കും അതിൻ്റെ പ്രഖ്യാപനത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിൽ അവർക്ക് വലിയ മുന്നേറ്റം നേടാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് ഷോയിൽ നിന്ന് തുടങ്ങി കൺവെൻഷനിലൂടെ അവസാനം താരപ്രചാരകളിൽ എത്തിക്കുന്ന 3 ഘട്ട ഈ പ്രചാരണ രീതിയിൽ ഇപ്പോൾ ഏതായാലും ഈ റോഡ് ഷോകളിൽ തലസ്ഥാന ജില്ലയിലടക്കം CPM വലിയ ഒരു മുൻകൈ നേടിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 24 മണിക്കൂറിനുള്ളിൽ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവരുടെ അന്തിമ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് അവസാനവട്ടം ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്നുമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അത് കൂടുതൽ അപ്ഡേറ്റുകൾ അതിനുശേഷം നമുക്ക് പറയാമെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, ഇന്നലെ ഈ പി ജെ ജോസഫ് വിഭാഗവുമായി മുന്നണിക്കുള്ളിലുമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. അതിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ പാർട്ടി എത്തിയിട്ടില്ല, മുന്നണി എത്തിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് ഇന്നലെ ചിറയൻകീഴ് പോലുള്ള സംവരണ മണ്ഡലങ്ങളിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയും അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള രമ്യ ഹരിദാസിൻ്റെയും ഒക്കെ ചിത്രം പോലും കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വാരസ്യങ്ങൾ, മുന്നണിക്കുള്ളിലെ പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ ഈ സുധാകരൻ ഉയർത്തിവിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ചാൽ മാത്രമാണ് UDFനും കോൺഗ്രസിനും വളരെ വേഗം ഈ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കും കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. CPIയെ സംബന്ധിച്ചിടത്തോളം CPI വളരെ സന്തുലിതമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വളരെ വേഗം പ്രഖ്യാപിക്കാൻ CPIക്കുമായിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഇന്ന് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. വിവരങ്ങൾ നൽകിയത് അജ്മൽ. ഒടുവിൽ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പട്ടിക ഇന്ന് പുറത്തു വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കൂടി പട്ടിക വരുന്നതോടുകൂടി ഏറെക്കുറെ LDFന്റെ ചിത്രം പൂർണ്ണമായും തെളിയും. കോൺഗ്രസിൽ അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. NDAയും അധികം വൈകാതെ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം പ്രഖ്യാപിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും 24 ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് കേരളം വിധിയെഴുതാൻ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.